ുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിസ്മയങ്ങളുടെ ഒരു ജാലമാണ് എങ്കിൽ ഈ ചെറിയ പരിമിതിക്കുള്ളിൽ ഞാനിവിടെ ഒരു മാച്ചിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യടിയും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കിവിടെ മാജിക് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്ന അച്ഛന്മാർക്കും വൈദിക ശ്രേഷ്ഠർക്കും തിരുമേനിമാർക്കും അതോടൊപ്പം തന്നെ എസ്.എൻ. നത്തോമ ഇംഗ്ലീഷ് സ്കൂളിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഏവരുടെയും കയ്യടികളും പ്രതീക്ഷിച്ചുകൊണ്ട് ഏവർക്കും വിസ്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഞാൻ ഈ അവസരത്തിൽ ഉയർന്നു.
മാജിക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു ഐഡിയ. താങ്ക് യു. ഓക്കെ, ഇനി നമുക്കൊരു മാജിക് ആയിട്ട് നിങ്ങളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് മുതിർന്നവർ സ്റ്റേജിലോട്ടൊന്ന് കടന്നു ഈ മാജിക് ചെയ്യാൻ വേണ്ടി. ആർക്കാണെങ്കിലും വരാം. പ്ലീസ്. ആർക്കൊരു ഉന്മേഷമില്ലല്ലോ. ഓക്കെ, നല്ലൊരു കേട്ടെടുക്കുക. ഇനി ഒരാളുണ്ട്. ഓക്കെ, രണ്ടുപേരെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേരും നല്ല ഗൈഡ് എടുക്കുക. എന്നെ വെച്ചിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാജിക് ചെയ്യാം. ഓക്കെ, ഇത് മാജിക് ചെയ്യാനായിട്ട് ഒരു റോപ്പുണ്ട്. രണ്ടുപേരും വടംവലി പോലും വലിച്ചു. പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ആണോ? പൊട്ടത്തില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും എൻ്റെ രണ്ട് സൈഡിലേക്ക്. ഓക്കെ, നമുക്ക് ഇനി ഒരു മാജിക് കൂടെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു കുട്ടിയെ സ്റ്റേജിലോട്ട് ആവശ്യമുണ്ട്. ആർക്ക് വേണമെങ്കിലും വരാം. കൊച്ചുകുട്ടി. ഓക്കെ, ഇഷ്ടമാണ്. നമുക്ക് മാജിക് ചെയ്യാം. മാജിക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ, ഇവിടെ രണ്ട് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട്
പോലെ ചെയ്യണം. ഓക്കെ, ചെയ്യാമല്ലോ.
ഓക്കെ, നമുക്കിനി മാജിക് ചെയ്യാം. മാജിക് ഇഷ്ടം. ഇവിടെ ഒരു മാലുണ്ട്. കണ്ടല്ലോ, മാലയൊക്കെ ഇഷ്ടമാണ്. പലതരം മാല കൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു മുത്തുമാലയാണല്ലോ, ഇത് വെച്ചാണ് നമ്മൾ മാജിക് ചെയ്യുന്നത്. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, നമുക്കിനി ഈ മാലയെ ഒരു സഞ്ചിയിലോട്ട് ഇട്ടു കൊടുക്കാം. കണ്ടല്ലോ, നമുക്കിനി ഈ മാല സഞ്ചിയിലോട്ട് ഇട്ടു കൊടുക്കാം. മാല കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. കണ്ടോ, ക്ലിയർ. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിതിന് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ മാല സഞ്ചിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടല്ലോ, നിങ്ങളൊരു സഞ്ചിയിൽ ഒരു മാല വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇത്ര നേരം മാജിക് ചെയ്തു. ഇനി എനിക്ക് ചെറിയൊരു തിരുത്തുന്നു. നമ്മളിനി മാജിക് പഠിക്കാൻ പോകും. എല്ലാവർക്കും മാജിക് പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ. ഞാൻ ഏതൊരു മാജിക് കഴിഞ്ഞാലും വെളിയിലിറങ്ങുമ്പോൾ കൂട്ടുകാർ പറയും ഒരു മാജിക് പഠിപ്പിച്ചു തരുമെന്ന് പറയും. ഞാൻ പലപ്പോഴും ഒഴിവാക്കാറാണ് സാധ്യത. പക്ഷേ ഇന്ന് അവരുടെ എല്ലാ ആവശ്യപ്രകാരം എൻ്റെ കണ്ണൂരിലിരിക്കുന്ന കാണികൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു മാജിക് നിങ്ങളെ പഠിപ്പിക്കാൻ പോകും. അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. The first one is practice, and second one is practice. Third one is practice. Practice, practice, practice. Practice എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഏതൊരു ജോലിയിലും വിദഗ്ധരാണ്. മാജിക് തന്നെയല്ല, പഠിക്കുന്ന കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലും വിദഗ്ധരാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മാജിക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കർച്ചീഫ് വേണം. നമ്മുടെ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഓറഞ്ച് കർച്ചീഫാണ്. ഇനി നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളത് എടുത്താൽ മതി. ഓക്കെ, ആണ് ഒരു ലെഫ്റ്റ് ഹാൻഡ്. ഇനി നമുക്ക് ആദ്യം ഞാൻ മാജിക്കിൻ്റെ പ്രസൻറ്റേഷൻ കാണിക്കാം, പിന്നീട് മാത്രമേ മാജിക്കിൻ്റെ രഹസ്യം പറയുള്ളൂ. ഓക്കെ, ആദ്യം ഞാൻ ഈ കർച്ചീഫിനെ ഇടത് കൈക്കും വലത് കൈക്കും ഇടയിൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ ബോളിംഗ് ഷേപ്പിലേക്ക് മാറ്റി ശേഷം വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കും. ഓക്കെ, ഞാൻ ചോദിക്കുന്ന കണ്ണുകൾ എവിടെയാണ് കർച്ചീഫ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ടേബിളില്ല, റൈറ്റ് ഹാൻഡിലില്ല, അവിടെ ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ. അതെ, ലെഫ്റ്റ് ഹാൻഡിൽ തന്നെയാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പരീക്ഷിച്ചതാണ്. ഈ ഒരു മാജിക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഞാൻ മാജിക് കാണിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ഇടത് കൈക്കും വലത് കൈക്കും ഇടയിൽ വെച്ചുകൊണ്ട് ഈ ഒരു കർച്ചീഫിനെ ബോഡി ഷേപ്പിലേക്ക് മാറ്റി. ഓക്കെ, ശേഷം വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കും. ഓക്കെ, പക്ഷെ അത് നേരെ മറ്റൊരു ബോളിട്ടായി മാറിയിരിക്കുക. അപ്പോൾ അതായത് സമൂഹത്തിലൊരു നിമിഷ നേരം കൊണ്ട് ഒരു കർച്ചീഫിനെ ബോളിട്ടായിരുന്ന ജാഗ്രതയാണ് ഞാൻ നിങ്ങളോട് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ, ഈ മാജിക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ഇന്ന് തന്നെ വീട്ടിൽ ചെയ്യുക. ഒരു മുട്ട എടുക്കുക, എന്നിട്ട് അതിനകത്തെ കണ്ടൻസ് എല്ലാം നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുക. പുറം ഭാഗത്ത് ഹോളിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കണ്ടൻസ് എല്ലാം വെളിയിൽ കളയുക. അതിനുശേഷം അകത്ത് സോപ്പോടെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക. കാരണം അതിനുശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക.
പിന്നെ അല്പം ഫേവിക്കോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം എന്ന് പറയുമ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയാണ് നമ്മുടെ മാജിക്കിന്റെ പരമപ്രധാനമായ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യമുണ്ട്, രഹസ്യം ഒരിക്കലും പരസ്യമാകരുത് കേട്ടോ. ഓക്കെ, ഈ കോഴിമുട്ടയുടെ പുറഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾട്ട് പോകും. ഇവിടെയാണ് നമ്മൾ ഈ കർച്ചീഫിനെ ഒളിപ്പിച്ച് ഓക്കെ കണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ മാജിക്ക് കാണിക്കാനായിട്ട് സ്റ്റേജിലെത്തുമ്പോൾ ഇടത് കൈയിൽ എക്ഷലിനെ ഒളിപ്പിച്ചു പിടിക്കുന്നു. ശേഷം ഇടത് കൈക്കും വലത് കൈക്കും ഇടയിൽ വെച്ചുകൊണ്ട് ഗോവൻ ഷേപ്പിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിലേക്ക് ഈ ഒരു കർച്ചീഫിനെ എക്ഷലിന് പതിയെ പതിയെ തള്ളി കയറ്റുക. പൂർണ്ണമായിട്ടും കർച്ചീഫ് എക്ഷലിനുള്ളിൽ വന്നു നിന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് കാണികൾക്ക് മുട്ടയെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുട്ട ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ഈ റൈറ്റ് ഹാൻഡിലെ തമ്പ് ഉപയോഗിച്ചുകൊണ്ട് മറച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഏതെങ്കിലും ഒരു കാണി പറയുന്ന ആ കോഴിമുട്ട ഒന്ന് തിരിച്ച് കാണിക്കാൻ പറഞ്ഞ് ധൈര്യമായി നിങ്ങൾ ഇങ്ങനെ തിരിച്ച് കാണിക്കുന്നത്. എങ്ങനെയാണ് തിരിച്ച് കാണിക്കുന്നത്? കൈ മാത്രം തിരിയാൻ, കോഴിമുട്ട തിരിയാൻ പാടില്ല. അബദ്ധം മാത്രം അതിനകത്ത് ശ്രദ്ധിക്കുക. ഏതൊരു മാജിക്കിന്റെയും ക്ലൈമാക്സിനായിട്ട് മജീഷ്യൻ വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കും. ഈ വാൻഡോ മാജിക് പൗഡർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ടിൻ ഷേക്കർ എടുക്കുക, ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പോ പൗഡർ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അതിനാൽ കോഴിമുട്ട കയ്യിൽ വന്നതിന് ശേഷവും കാണികളെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. വലത് കയ്യിലിരിക്കുന്ന കോഴിമുട്ടയെ ഇടത് കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശേഷം വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കുന്നു. ശേഷം കോഴിമുട്ടയെ നിങ്ങൾക്ക് കാണികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ കോഴിമുട്ടയുടെ പുറംഭാഗം തെരിഞ്ഞു പോയാൽ കാണികൾ വിളിച്ചു പറയും അത് യഥാർത്ഥ മുട്ടയല്ല എന്ന്. അപ്പോൾ നിങ്ങൾ പറയണം ഇത് യഥാർത്ഥ മുട്ടയാണ്. അപ്പോൾ അവർ ചോദിക്കും പിന്നെന്താണ് ചുവന്ന പോഷൻ? നമ്മൾ ആ പോഷൻ ഇങ്ങനെ പറിച്ചെടുക്കുന്നു ഊതി ദിസ് ഇസ് റിയൽ എന്ന്. എന്നിട്ട് കാണികളുടെ മുഖത്ത് സംശയം വരികയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഗ്ലാസ് എടുത്ത് വിശക്കുന്നു വെക്കുക. വിശങ്ങി മുട്ട കുത്തി ചുരിച്ചുകൊണ്ട് പറയാം മനസ്സിലായല്ലോ അല്ലേ?